സർവേശ്വര തമ്പുരാനെ, ഈ വിളി നല്ലതിനാവണേ. ഹലോ, കോവിലകം തിയേറ്റേഴ്സ് ഹിയർ. ഓണർ ശ്രീധരൻ കോവിലകത്തെ ഒന്ന് കിട്ടുമോ? കിട്ടുമല്ലോ, വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അയാളെ. എന്ത് തരും? ക്ഷമിക്കണം, ഒന്ന് സംസാരിക്കാനാ. ആണോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. ശ്രീധരൻ കോവിലകത്തോട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അയ്യോ സാർ, ക്ഷമിക്കണം. ക്ഷമിക്കണം എന്ന് ഇടയ്ക്കിടെ പറയേണ്ട കാര്യമില്ല. ഒരു തവണ ക്ഷമിച്ചില്ലേ, കണ്ടമാനം ക്ഷമിച്ച് ക്ഷമ തീർന്നുപോയാൽ പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ക്ഷമ കാണില്ല. കോവിലകം സാർ ചൂടിലാണ്. കോവിലകം സാർ, വടകരയിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത നാടകം ഇന്ന് കളിക്കാൻ പറ്റില്ല. കളിക്കാൻ പറ്റില്ലെന്നോ? ഞങ്ങളല്ലേ കളിക്കുന്നത്. നിങ്ങൾ ബുക്ക് ചെയ്തല്ലേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും കളിക്കും. അതല്ല, ഞങ്ങളുടെ ക്ലബ് സെക്രട്ടറിയുടെ അമ്മാവും മരിച്ചുപോയി. അതിനെന്താണ് ഹേ? മരിച്ചയാൾക്ക് നാടകം കാണാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. ആ നാട്ടിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, അവര് കാണട്ടെ. അതല്ല, ആ നാട്ടിലുള്ളവരുടെ എല്ലാം കണ്ണും പറിച്ചെടുത്തോണ്ടാണോ അമ്മാവൻ മരിച്ചു പോയത്? നിങ്ങൾ ഇങ്ങനെ മനുഷ്യപ്പെട്ടില്ലാതെ സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇന്നിവിടെ നാടകങ്ങളി ഇല്ല. ഇനി ഒരു ദിവസം തീരുമാനിച്ചറിയിക്കാം. സൗകര്യപ്പെടുമെങ്കിൽ വന്ന് കളിക്കാം. ഹലോ ഹലോ, പോയല്ലോ ഈശ്വര. 10,000 കിട്ടി. കാലത്തിന്റെ നൊമ്പരങ്ങളെ ശിരസിലേറ്റി മറ്റൊരു ഗാഗുൽദാമലയിലേക്ക് നടക്കുകയാണ് ഞാൻ. ഉഗ്ര സാധനം, എന്നെ സമ്മതിക്കണം. സംഭവം അറിഞ്ഞോടോ മുടിയൂരെ? കളഞ്ഞു. കോവിലകൻ ചേട്ടനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇങ്ങനെ വെറും മുടിയൂരെ എന്ന് വിളിക്കരുതെന്ന്. വിളിക്കുമ്പോൾ ദിനേശ മുടിയൂർ എന്ന് മുഴുവനായി തന്നെ വിളിക്കണം, കേട്ടോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ആളുകൾ ഗാന്ധി എന്നല്ലേ വിളിക്കാറുള്ളൂ. താൻ അത്ര വലിയ ആളൊന്നുമില്ലല്ലോ. ഞാൻ ചുരുക്കിയെ വിളിക്കും. ദിനേശ് മുടിയൂരിനെ മുടിയൂരാക്കി, ഇനിയും ചുരുക്കി അത് ഒരു മുടിയാക്കരുത്. അതൊക്കെ അവനവന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. മുടിയാകുന്നതും വടിയാകുന്നതും ഒക്കെ. ഒരുത്തന്റെ കയ്യിലിരിപ്പ് കാരണം എന്റെ 10,000 ഇന്ന് വടിയായത്. വടകരയിൽ ഇന്ന് കളിയില്ലേ? സുധീന്ദ്രനെ ഞാനൊന്ന് കാണട്ടെ. സുധി, ഇന്ന് നിന്റെ വിധി. സുധീന്ദ്രൻ പറഞ്ഞ് മഹാദേവന് കൊടുത്തത് 12,000 രൂപ, മുതലും പലിശയും ചേർത്ത് 12,800 കിട്ടാൻ പോകുന്നില്ല. സുധീന്ദ്രൻ വീണ്ടും പറഞ്ഞ് KB രാജീവിന് കൊടുത്തത് 25,000 രൂപ, മുതലും ചേർത്ത് പലിശയടക്കം 45,500 രൂപ. തീരെ കിട്ടാൻ പോകുന്നില്ല. സുധീന്ദ്ര, പേടിച്ചോ? എന്നെ പേടിക്കാതെ. പേടിയാണ് എല്ലാവർക്കും. പേടി, ദൈവത്തെ പോലും പേടി. സ്വന്തമായി ആനയുള്ള തറവാട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് സ്വന്തമായി വെളിച്ചപ്പാടുള്ള തറവാടോ? എന്താ ശ്രീധര? സുധീന്ദ്രൻ എന്തിയെ? അവൻ ഏതോ ഒരാളിനെ കാണണമെന്നും പറഞ്ഞ് നേരത്തെ ഇറങ്ങിയല്ലോ ശ്രീധര. ഏതോ ഒരാളായിരുന്നെങ്കിൽ എന്നെ കണ്ടാ മതിയായിരുന്നല്ലോ. ഞാനവിടെ വെറുതെ നിൽക്കായിരുന്നു. എന്താ അവൻ എന്നെ കാണാതിരുന്നത്? എന്താ കാര്യം? കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. അറിയാലോ, അവന്റെ ഓട്ടപ്പാച്ചില്. എന്തിനാ എങ്ങോട്ടാന്നൊന്നും ഇവിടെ പറയാറില്ല. എന്താ ശ്രീധര വിശേഷം? വിശേഷം എന്റെ 10,000 പോയി കിട്ടും. കൊല്ലത്ത് ഞാൻ ഇന്നൊരു നാടകം ബുക്കിംഗ് എടുത്തതാ. അപ്പൊ അവൻ പറഞ്ഞു വടകരയിൽ അവനൊരു ബുക്കിംഗ് എടുത്തെന്ന്. എന്നിട്ടൊരു 100 കൂട്ടം ന്യായവും. അവനുമായി ആരിടപെട്ടാലും ധനനഷ്ടവും മാനഹാനിയും ഉറപ്പാ. കണ്ടില്ലേ, അവൻ ശുപാർശ ചെയ്തും ജാമ്യം നിന്നും എന്റെ കയ്യിലെ കാശ് കടം മേടിച്ച കാലമാടന്മാരുടെ കണക്കായത്. 1,01,4 മുതലും അതിന്റെ പലിശയും സുധീന്ദ്രൻ തരാനുണ്ട്. എവിടെ കിട്ടാൻ? ആ പേരും പറഞ്ഞ് നരിച്ചീറും മരപ്പട്ടയും കടവാവനും സ്ഥിരതാമസമാക്കിയ ഈ തറവാടിന്റെ തട്ടുംപുറ എനിക്ക് പണയം എഴുതി തന്ന് ഒരു കസേരയിൽ എന്നെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുക. അതും കൊട്ടിയമ്പലത്തിന് അറിയാമല്ലോ. കോവിലകം. കോവിലകത്തിന് അറിയാമല്ലോ. ഏറെ താമസിയാതെ നല്ല അടപ്പുള്ള പെട്ടിയിൽ സുധീന്ദ്രൻ എന്നെ എടുത്ത് കിടത്തും. യോഗ്യൻ, പരമയോഗ്യൻ. എന്താണ് പറഞ്ഞത്? ആർക്കാണ് എന്നെ ഈ യോഗ്യനല്ലാത്ത ഇവിടെ? ഈ ഉമ്മർത്ത് നിന്ന് എന്റെ അനിയനെ കുറിച്ച് വേണ്ടാത്തരം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഇളകിയാൽ അറിയാമല്ലോ എല്ലാവർക്കും. അല്ല, ഞാനതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ ശാന്തയുടെ അനിയൻ സുധീന്ദ്രൻ സൽ സ്വഭാവിയ ഒരു യോഗ്യനാണെന്ന് പറയുമായിരുന്നു. യോഗ്യൻ, പരമയോഗ്യൻ ആണല്ലോ. ആണല്ലോ. അങ്ങനെ തന്നെയാണല്ലോ, യോഗ്യൻ. Several banks in the world have collapsed in this way. This is called a sudden run on a bank. സുധീന്ദ്രൻ മാസ്റ്റർ ക്ലാസ് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷേ എന്തെങ്കിലും ഏതെങ്കിലും സാറുമാരുടെ ലീവ് വേക്കൻസിക്ക് കിട്ടൂ. നല്ല എന്തിനാ കുറെ അല്ലേ സാറേ? കറക്റ്റ്. വർഷത്തിൽ 365 ദിവസവും നമുക്ക് പൂർണ്ണയും തന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ മക്കളെ. കാണാതെ കാണുന്നതിനും കിട്ടാതെ കിട്ടുന്നതിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ടാവും. The definition of economics means a
இது கொள்ள பாருடா எங்கடா அந்த வாத்தியா அந்த சுதீந்திரன் பாத்தியா സുധീന്ദ്രൻ എരന്ത് പോയാച്ച് புடிடா 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 எங்க போயிட்டாங்க டேய் அந்த சுதியை பாத்தியா സുധീന്ദ്രന്റെ പാക്കല്ലേ മക്കളെ അങ്ങാട് പോണുണ്ട് ஐயோ குளத்துல வீடு சீக்கிரம் தண்ணியில குதிச்சிட்டாங்க குதியடா புடிங்கடா விடாதுடா தண்ணிக்குள்ள இருப்பான் அவன் பெரிய கேடு ஆமா அந்த கோயிலகம் தியேட்டர் முதலாளி நீங்க தானே உங்க கையால தானே அந்த சுதீந்திரன் நீ சொல்லிட்டு தானே அவனுக்கு பணம் கொடுத்தது അവൻ തിരിച്ചു തന്നില്ല. இல்ல நாளைக்கு பொழுது விடியறதுக்கு முன்னே என்னோட காசு என் கைக்கு வந்து சேரணும் இல்லனா வட்டிக்கார வாஞ்சினாத யாருன்னு காமிச்சு கொடுக்குறேன் அவனுக்கு கோயிலகத்தை கோழி கூடாக்குறேன் பாரு நீ തെയ്യം തക്ക തെയ്യം താം 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 ഗുരുജി ഒന്ന് കാണാൻ വന്നതാ വെറുതെ വെറും വെറുതെ വെറും വെറുതെയോ സുധീന്ദ്രൻ നായരെ അങ്ങനെ നായർ ഇവിടം വരെ വരില്ലല്ലോ ഓ എന്നാ വാ പറയാം പ്ലീസ് ഇന്നെന്റെ മൂത്ത അമ്മായിയുടെ സപ്തതിയാ ആഘോഷിക്കണം അതിന് ഒരു കലാപ്രതിഭയുടെ പ്രസൻസ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ക്ഷണിക്കാൻ വന്നതാ നായരെ ഓ എനിക്ക് വയ്യ പിന്നെ എന്താ ഈ പോലീസുകാര് കള്ളന്മാരെ നോക്കുന്ന പോലെ നോക്കുന്നു കള്ളനാണല്ലോ നേരം വെളുത്താൽ ഓരോ കള്ളത്തരങ്ങൾ ഒപ്പിച്ച് ആളെ പറ്റിച്ച് വൈകുന്നേരമാക്കുക ഇലിഞ്ഞിക്കൽ തറവാട്ടിലെ കുറെ മനസ്സുകളെ വേദനിപ്പിക്കാതെ കൊണ്ടുപോണേ അതും പെൺമനസ്സുകളാ നോവിച്ചൂട ഒട്ടും എന്താ പുതിയ പ്രശ്നങ്ങൾ പ്രശ്നം പഴയത് തന്നെ പലിശക്കാശ് കൊടുത്തില്ലെങ്കിൽ ഗുണ്ടകൾ ഉമ്മറത്തുണ്ടാവും ഇന്നാണെങ്കിൽ പറഞ്ഞില്ലേ 4 ആള് കൂടുന്ന ദിവസ സപ്തതി നാണക്കേടിന്റെ തൃശൂർ പൂരവും തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഇന്ന് എത്ര പൈസ വേണം അല്ല അത് പവിത്രയ്ക്ക് മോളെ തന്റെ ചങ്ങാതി ആവശ്യമില്ലാത്തത് ദുരഭിമാനം കാണിച്ച് ഒടുവിൽ അങ്ങാടിയിൽ അപമാനിതരാകും അല്ലേടോ അതല്ല ഗുരുജി എന്നും ഇങ്ങോട്ട് വാങ്ങുക എന്നല്ലാതെ തിരിച്ചെന്തെങ്കിലും ആർക്കെങ്കിലും ചെറിയതെങ്കിലും ഒരു സഹായം അങ്ങോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ അതൊക്കെ പറ്റിക്കോളൂടൂ നിനക്കും ഒരു നല്ല കാലം വരും വരാതെ അവിടെ പോവാനാ മോളെ എന്ത് ആവശ്യത്തിന് വെച്ചതായാലും ഉള്ള കാശെടുത്ത് സുതുക്കി കൊടുക്കുക മോനെ എനിക്ക് ആൺമക്കളില്ല എന്നാലും എന്റെ കുടുംബത്തിലെ ഒരേ ഒരാണും മൂത്ത മകനെ ഞാനായിരുന്നു മനസ്സിലാവും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും നിന്റെ ഈ അവസ്ഥ അതൊക്കെ പോട്ടെ ഇന്ന് എവിടാ കോവിലത്തിന്റെ നാടകം വടകരയിൽ ഇന്ന് കളിയില്ല എന്തു പറ്റി എന്ത് പറ്റാൻ തന്റെ ഉപദേശം കേട്ടെടുത്തൊക്കെ എനിക്ക് പറ്റിയിട്ടേ ഉള്ളൂ കൊല്ലത്തെ കളി വടകരയിലാക്കി എനിക്ക് ലാഭം ഉണ്ടാക്കി അങ്ങനെ 10,000 പോയി കിട്ടി അതിരിക്കട്ടെ എന്റെയും കൂടി വാക്കിന്റെ ബലത്തിലാ ആ ബ്ലേഡുകാരൻ തമിഴൻ തനിക്ക് കാശ് തന്നു വൈകുന്നേരത്തിന് മുമ്പ് പലിശയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കും അതിനുള്ള വഴി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്നെ കൊടുക്കാനുള്ള വഴിയാ അല്ലല്ല പലിശ കൊടുക്കാനുള്ള വഴി അതെ നാളത്തെ കളി മുൻകൂട്ടി അറിയിക്കാതെ നിങ്ങൾ ബുക്കിംഗ് എടുത്തുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ആ സീരിയലുകാർക്ക് ഷൂട്ടിങ്ങിന് ഡേറ്റ് കൊടുത്തതാ നേരത്തെ പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ നാട്ടുകാരോട് ഞാൻ വിളിച്ചു പറഞ്ഞാൽ മതിയോ ദുശാസനൻ ഷൂട്ടിങ്ങിന് പോയിരിക്കാണെന്ന് എനിക്ക് പോയേ പറ്റൂ പകരം കയറാൻ എന്താ സുധീന്ദ്രനുണ്ടോ ഓ ദുര്യോധനായാലും ദുശാസനായാലും സുധീന്ദ്രൻ പകരക്കാരാണല്ലോ അല്ലേ എന്തൊരു അച്ചടക്കം എന്തൊരു ഉത്തരവാദിത്വം
നാളത്തെ ലോകത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള നല്ല അസല് കലാകാരന്മാര്. താൻ ആ ദുശാസനന്റെ പോസ്റ്റ് എടുത്ത് പഠിക്കാൻ നോക്ക്. ദുശാസൻ എന്ത് കോപ്പായാലും അത് അഭിനയിക്കുന്നവൻ ഏത് കോപ്പനായാലും എനിക്ക് പ്രശ്നമല്ല. നാളെയെങ്കിലും ഒരു കളി നടന്നേ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ നെക്സ്റ്റ് 10,000 പോയി കിട്ടും. അതെ, നാടകത്തിലെ പകരക്കാരനാണെങ്കിലും ഒരൊറ്റ സ്റ്റേജിലെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അഭിനയിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. നടക്കുവോ? ബോഡി വണ്ണം കൂടുതലാ. ആണോ? മാത്രമല്ല അതിന് സാക്ഷാൽ ഭഗവാൻ കൂടി ആഗ്രഹിക്കണം. എനിക്ക് തോപ്പിൽ ഭാസിയോ NN പിള്ളയോ KT മുഹമ്മദോ ഒക്കെ ആവാനായിരുന്നു ആഗ്രഹം. അതിന് ആഗ്രഹം എന്നല്ല, അത്യാഗ്രഹം എന്നാ പറയാ. അതെ, പാഞ്ചാലി വീണ്ടും കരയുന്നു എന്നുള്ള നാടകത്തിലെ A to Z കഥാപാത്രങ്ങൾ എനിക്ക് കാണാപ്പാടാന്നുള്ളത് കോവിലത്തിന് അറിയാലോ. അതുകൊണ്ട് ആ ടെൻഷൻ വിട്ടേക്ക്. അത് വിട്ടാൽ വേറെ പുതിയ ടെൻഷൻ തരാനുണ്ടോ? വല്യമ്മയുടെ സപ്തതി. ഓ, അതാണോ പുതിയ ടെൻഷൻ? നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടണ്ടേ, ഒരു സത്യം കാര്യങ്ങളൊക്കെ ആയിട്ട്. അത്രേ ഉള്ളൂ. നീ നേരെയാവില്ല മോനെ, ഒരു കാലത്തും നേരെയാവില്ല. 10 കാശിന്റെ ഉപകാരവും വരുമാനവും ഇല്ലാത്ത തള്ളമാരുടെ സപ്തതിയും നവതിയും ഒക്കെ കടം വാങ്ങിച്ച് ആഘോഷിക്കുന്ന നീ നോ രക്ഷ. പെണ്ണ് കണ്ട് പോയവൻ പാമ്പുകടി ഏറ്റ് മരിച്ചത് വല്യമ്മയുടെ ജാതകദോഷം കൊണ്ടാണെന്ന് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കി. പിന്നൊരാണിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിന്നിട്ടില്ല അവര്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ചെറിയമായും കല്യാണം കഴിച്ചില്ല. അച്ഛന്റെ സഹോദരിമാര് ഒരു താലിച്ചരട് കഴുത്തിലിട്ട് നടക്കാൻ പോലും ഭാഗ്യമില്ലാത്ത 2 പാവങ്ങള്. വയസ്സുകാലത്ത് അവരുടെ ഒരു സന്തോഷത്തിന് ഞാനിത്തിരി സങ്കടപ്പെട്ടാലും സാരമില്ല. അതൊക്കെ ഒരു രസ. എന്നാ സദ്യ മാത്രം ആക്കണ്ട, വല്ല ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ ഒരു വിനോദയാത്ര കൂടി ആയിക്കോട്ടെ. ഫുൾ ഫാമിലി വിത്ത് വെളിച്ചപ്പാട്. അതും ആഗ്രഹമുണ്ട്. ഒടുവിൽ ആ കുരിശിൽ കിടന്ന് അങ്ങ് ഈ പ്രകാരം സങ്കടപ്പെട്ടു. പിതാവേ, നീ എന്നെ കൈവടിഞ്ഞോ എന്ന്. ദൈവപുത്രന് സങ്കടം പറയാൻ ദൈവം ഉണ്ടായിരുന്നു. ഞാൻ ആരോട് പറയും? കാശ് വാങ്ങി മുങ്ങിയടക്കുന്ന മഹാപാപികളോടോ? പിന്നെ ഒരാളുണ്ട്, തൽക്കാലത്തേക്ക് സർവ്വ സങ്കടങ്ങളും തീർത്തു തരുന്ന ഒരാൾ. വേറൊന്നും വിചാരിക്കരുത്. പൊറുക്കണേ പിതാവേ. വന്ന് ചെലുത്തിയാലും പെരുക്കാതായി. ഈശോയെ. എന്താടാ കള്ള? പോളേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ. നിന്നെ പേരെടുത്തപ്പോ നിന്റെ വീട്ടുകാരെ വിളിക്കേണ്ടിയിരുന്ന പേരെ ഞാൻ വിളിച്ചുള്ളൂ, കള്ളന്ന്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് പോളേട്ടന്റെ ഈ അപൂർവ വ്യക്തിത്വത്തെ കുറിച്ച്. ഏത് നിറഞ്ഞ വേദനയിലും അതൊന്നും ആരെ അറിയിക്കാതെ അടക്കി പിടിച്ചുള്ള ഈ ചിരിയും കളിയും തമാശകളും. അതിന് ഞാൻ ചിരിച്ചില്ലല്ലോ സുധീന്ദ്ര. ഇല്ല, ചിരിക്കില്ല. അതങ്ങനെയാ. അതാണ് ക്ലാസിക് ഹ്യൂമർ. ചാർലി ചാപ്ലിൻ മൂപ്പര് ചിരിക്കില്ല, പക്ഷെ നമ്മൾ ചിരിക്കും. ഇനിയുമുണ്ട് ഉദാഹരണങ്ങള്. ബഗദൂർ, നാഗേഷ്, ഇപ്പതാ സാക്ഷാൽ പണത്താക്കുള്ളി പോളേട്ടൻ. പോളേട്ടൻ ഒരു കാര്യം അറിയാമോ? ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നതിന് പോളേട്ടിന്റെ തമാശകൾ കൊണ്ടാ. അതും എന്റെ സ്വന്തം വീടിന്റെ തട്ടും പുറത്ത്. ഇതിലും വലിയൊരു മഹാഭാഗ്യം എനിക്ക് വേറെ എന്താ ഉള്ളത്? ഇല്ലെങ്കിൽ ഞാനൊക്കെ എന്നെ ആത്മഹത്യ ചെയ്തേനെ. ഇങ്ങനെയൊക്കെ കേൾക്കാനല്ലാതെ കാണാനുള്ള ഭാഗ്യമില്ലാതായല്ലോ കർത്താവേ. എടാ, ആത്മഹത്യ ചെയ്യണമെങ്കിൽ മനുഷ്യനാൽ ആത്മാഭിമാനം വേണം. ആ പറഞ്ഞ നിന്റെ ഏരിയയിലൂടെ പോയിട്ടില്ല. നീ ചതിയനാടാ, കൊല ചതിയൻ. മനുഷ്യന്മാരുടെ ഇതുപോലുള്ള വീഴ്ചകളും സ്നേഹിച്ചവരിൽ നിന്നും തിരിച്ചു കിട്ടുന്ന ഓരോ കുത്തുവാക്കുകളും നാളത്തെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ചൂണ്ടു പലകകളാണ്. സാധനം പിടിച്ചു. നീ വെള്ളം ഒഴിച്ചില്ലേ? ഇത് നീ പകരക്കാരനെ പഠിച്ചിട്ടും അഭിനയിക്കാതെ പോയ ഏത് നാടത്തിലെ ഗീർവാണ സംഭാഷണമാണാവോ? നേരാണ് പോളേട്ടാ, നേരാ. ഗീർവാണം തന്നെയാണ്. പഠിച്ച വേഷങ്ങളിൽ ഒന്നുപോലും അഭിനയിക്കാനാവാതെ പോയ ഭാഗ്യഹീനനായ ഒരു വേഷക്കാരനാണ് ഞാൻ. പകരക്കാരനായ വേഷക്കാരൻ. നീ ഇങ്ങനെ എന്റെ മുന്നിൽ നിന്ന് കരയരുത്. എങ്ങനെ കരയാതിരിക്കും പോളേട്ടാ, എങ്ങനെ കരയാതിരിക്കും? സപ്തതി എവിടെ? സപ്തതി പോളേട്ടാ, സപ്തതി. സപ്തതി എന്ന് വെച്ചാൽ എന്നതാ? മൂത്ത അമ്മായിയുടെ സപ്തതി. ഓപ്പറേഷൻ വേണ്ടി വരും. അമ്മായി റിലീസായിട്ട് 70 വയസ്സ് കഴിഞ്ഞു. ഒരു സദ്യ വിളമ്പണ്ടേ? 2500 രൂപയെങ്കിലും ഒപ്പിക്കാനായില്ലെങ്കിൽ അപമാന ഭാരത അവസാനിപ്പിക്കേണ്ടി വരും ജീവിതം. പോവാന്നോ? നാളികേരം വലി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കായിരുന്നു. പലരോടും ചോദിച്ചു, ആര് തരാൻ? നാളികേരം വലി കഴിഞ്ഞ് 2500 കൊടുക്കാമെന്നില്ല നീ പറയുന്നേ? പിന്നെ എന്നത്തിനാ കരയുന്നേ? അതിന് നാളികേരം വലിക്കാൻ ഇനിയില്ലേ ദിവസങ്ങള്?
സപ്തതി അത്രയും ദിവസം കാത്തു നിൽക്കൂ. നാളെ സൂര്യൻ അസ്തമിച്ചാൽ പോയില്ലേ സപ്തതി? സപ്തതിയോട് പോണ്ടെന്ന് പറയേ. ഞാൻ ഇല്ലയോ ഇവിടെ? തെങ്ങിന്റെ മോള് തേങ്ങയുണ്ട്. പോളേട്ടാ, ഞാൻ തരും കാശ്. കരിഞ്ഞു. ഇനി കരയണ്ട. അല്ലടാ, കരിഞ്ഞു. കർത്താവ് എന്റെ മോട്ട. കണ്ണെഴുതി തരട്ടെ അമ്മായി. ഒന്നുകൂടെ സുന്ദരിയായിക്കോളും. വേണമെങ്കിൽ ഒരു കല്യാണം കൂടി ആലോചിക്കാം. ഈ വീട്ടിൽ നിന്ന് നിനക്കെങ്കിലും ഒരു മംഗല്യയോഗം ഉണ്ടാവട്ടെ എന്റെ കുട്ടിയെ. ഇമ്മാതിരി ചെറിയൊരു തമാശ ആ മനസ്സ് വേദനിപ്പിക്കില്ലേ? കറുത്ത മുടി ജീവിക്കാതെ വെറുതെ വെളുത്തു തീരണത് സങ്കടം തന്നെയാ. ആരും കാണാതെ അവര് മനസ്സിലൊതുക്കുന്ന കണ്ണീരെ ഏട്ടൻ ഈ ജീവിതം കൊണ്ട് തുടച്ചെടുക്കുക. വാ, ചെന്ന് സദ്യക്കുള്ള ഒരുക്കങ്ങൾ നോക്ക്. ക്ഷേമാവണം. തൂങ്ങി പിടിച്ച് നിൽക്കാതെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കേണ്ട ഈശ്വരിയമ്മേ. ഈ ഇല്ലായ്മകളിലും സങ്കടങ്ങളിലും ഒക്കെ പിന്നെയും കടവും കള്ളിയായിട്ട് നീ ഇതൊക്കെ ഒപ്പിക്കുന്ന കാണുമ്പോ പേടിയാവോ അമ്മയ്ക്ക്? പേടിക്കാൻ ഒന്നുമില്ലമ്മേ. പേടിച്ചാൽ ഒരടി മുന്നോട്ട് നീങ്ങില്ല ജീവിതം. തീരുമാനിച്ചാ മതി, നടന്നോളും. എന്തും നടന്നോളും ജീവിതത്തില്. നടക്കില്ല, ദാ ഇങ്ങനെ ഓടിക്കോളും.